തുടിച്ചിട്ട് വരുന്നു. ഇതുകൊണ്ട് ഇന്നങ്ങ് തൃപ്തി അയക്കണേ. ഒരാഴ്ചത്തേക്കുള്ള സാധനമാണ്. എടാ ശശി, ആ ഓല മുഴുവൻ അവന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്ക്. അയ്യോ അമ്മ കണ്ട്. എന്നാടാ മൊത്തം ഇവിടെ തിന്ന് കയറ്റി. എന്റെ വിധി അല്ലാതെന്താ. എടാ കേശവ, ഞാൻ ഈ തന്ന ഓല മുഴുവനും ഇവിടെ നീ തിന്ന് കയറ്റിയിട്ട് എന്നേക്കാൾ വലിയ പിണ്ടം നീ ഇടല്ലേ. അതെടുത്താ ഞാൻ ഈ കോലത്തിലായത്. നീ ഈ ആടിനെയും മുയലിനെയും കണ്ടിട്ടില്ലേ? അതൊക്കെ ഇടുന്ന ചെറിയ പീസുകളല്ലേ. അതുപോലെ പോരെ നിനക്കും. അതാകുമ്പോ നിനക്ക് ഇടാനും സുഖം, എനിക്ക് വാരാനും സുഖം. അങ്ങനെ രണ്ടുപേർക്കും മൊത്തത്തിലൊരു സുഖം. ആ വരുന്നുണ്ടല്ലോ. നമ്മക്കൊക്കെ എന്തോടാ സുഖം. സുഖിമാന്മാര് വരുന്ന കണ്ടോ, ചീറിപ്പാഞ്ഞു. നിക്കടാ അവിടെ. എവിടായിരുന്നു ഇതുവരെ? പഴനിയില്. പിന്നെ അവിടുന്ന് എവിടേക്കടാ? രാമേശ്വരം. രാമേശ്വരം. പഴനിയിലോ രാമേശ്വരത്തോ അതോ ഗോകർണത്തിലോ? ശക്തി. അല്ലമ്മേ, പഴനി പോയതിനു ശേഷം പിന്നെ രാമേശ്വരത്ത് പോണെന്ന് പറഞ്ഞപ്പോ വിനായകന് മതി നിർത്ത്. കുമാരാ. എന്തോ അതാരാ? ഇയാളെന്താ ഇവിടെ? ആരാമ്മ ഇത്? നിങ്ങൾ ചെയ്ത സഹായത്തിന് നന്ദി പറയാൻ വന്നതാ ഇയാള്. ആ പാണ്ഡ്യന്റെ ശല്യം സഹിക്ക വയ്യാതെ ചത്താലോ എന്നുവരെ ചിന്തിച്ചതാ ഞങ്ങള്. അന്നേരാ ദൈവമായിട്ട് ഈ കുഞ്ഞവിടെ വന്നതും ഈ പണം തന്നതും. ഞങ്ങളുടെ ജീവനും മാനവും രക്ഷിച്ച കുഞ്ഞിനോട് ഇന്ന് തന്നെ ഇവിടെ വന്ന് നന്ദി പറയണമെന്ന് തോന്നി. അതുകൊണ്ടാ വന്നത്. നന്ദിയുണ്ട് കുഞ്ഞെ, നന്ദിയുണ്ട്. കൊടുക്കാനുള്ളത് കഴിച്ചിട്ട് 65,500 രൂപ ബാക്കിയുണ്ട് കുഞ്ഞെ. ഇതാ മറക്കില്ല. ആജീവനാഥം ഞാൻ നന്ദിയുണ്ട്, നന്ദിയുണ്ട്. എടാ, നാടും ചുറ്റി നാട്ടുകാരുടെ കാര്യം അന്വേഷിച്ച് നടന്നോ? ഇവിടുത്തെ കാര്യത്തിന് വിളിച്ചാ നിന്നെ ഒരിക്കലും കിട്ടില്ല. എത്ര പ്രാവശ്യം പറഞ്ഞാലും നന്നാവില്ലെന്ന് വെച്ചാ എന്താ ചെയ്യാ? ഒരു കുട്ടിയും കോലും വന്നിരിക്കും. ഞാനമ്മ കണ്ടോളാം. അമ്മേ, നീ എന്നോട് നുണ പറഞ്ഞു തുടങ്ങിയില്ലേ? പഴനിക്ക് പോയി കാവടി എടുക്കാന്നും പറഞ്ഞ് ഇറങ്ങിയിട്ട് നിങ്ങൾ രണ്ടുപേരോടും കൂടി ഞാൻ പറഞ്ഞതല്ലേ കിഴക്കേമടം വരുമ്പോ ഇവിടെ കാണണമെന്ന്. അവന്റെ വിവാഹത്തിന് എന്തൊക്കെയോ തടസ്സങ്ങളുണ്ടെന്നാ അദ്ദേഹം പറഞ്ഞത്. അതിനിടയിലാ നിങ്ങളുടെയൊക്കെ നാട് നിരങ്ങല്. എന്തായി? എവിടാ അവൻ, ആ ദാനധർമ്മിഷ്ഠൻ? ഞാൻ അവനെ ഒന്ന് കാണട്ടെ. ഞാനിവിടെ ഉണ്ട്. ഇനി നിന്റെ ചട്ടമ്പിത്തരങ്ങളൊക്കെ മാറ്റി വെക്കുന്നതാ നല്ലത്. നോക്ക്, നിന്നെ അനുസരിപ്പിക്കാനും നേർവഴിക്ക് നടത്താനും കഴിവുള്ളവള് ഇങ്ങോട്ട് വരുന്നുണ്ട്. ആര്? ഇന്ദു. ആ പിന്നെ അവള് 3-4 തവണ വിളിച്ചിരുന്നു. രാവിലെ എത്തും. നീ പോയി കൂട്ടിക്കൊണ്ടുവരണം. മാധവേട്ടൻ ഇങ്ങോട്ട് വരുമോന്നറിയില്ല. ഏതായാലും വിളിച്ചു നോക്ക്. അവളെ കൂട്ടിക്കൊണ്ടുവരാൻ കൊച്ചു തമ്പുരാന് ബുദ്ധിമുട്ട് വല്ലതാവോ?
എന്താടോ? കണ്ട് ഞാൻ കണ്ട്. എന്ത് കണ്ടെന്ന്? എന്റെ വിനുവണ്ണ, മതപ്പാട് ആനയ്ക്ക് വന്നാലും മനുഷ്യർക്ക് വന്നാലും ഈ ശശി മണത്തറിയും. നല്ല മണമുണ്ട് കേട്ടോണ്ണ. താനൊന്ന് പോയി. ഞാൻ പോവാം, പക്ഷെ മതം പൊട്ടാ നോക്കണേ അണ്ണ. അയ്യോ. അവിടെ എന്താ ബഹളം? വിനായക, ദേ അങ്ങോട്ട് നോക്ക്. അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട്. ഞാൻ എന്തിനാണ് നിങ്ങൾ പറയുന്നത്? പ്ലീസ് പ്ലീസ്, ഞാൻ പറയുന്നു. മാഡം എനിക്കറിയില്ല, ഞാൻ പറഞ്ഞല്ലോ എനിക്കൊന്നും അറിയില്ല. ഈ കുട്ടി വെറുതെ പറയുന്ന. ദയവീതി ഞാനീ പറയുന്നത് കേൾക്ക് മാഡം. വിനായക, ഇത് നല്ലൊരു അവസരമാണ്. എന്ത് വന്ന് കാണുമ്പോ നീ ഹീറോ ആയി ഷൈൻ ചെയ്ത് നിൽക്കുന്നത് കണ്ടല്ലോ എങ്ങനെ ഉണ്ടാവും? ഒന്ന് ഇടപെട്ടാലോ? വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജിമിണ്ടല്ലേ, വിനോദിന് ഷൈൻ ചെയ്യാൻ പറ്റിയ അവസരം. പിന്നല്ലാതെ. വണ്ടി എറാ. മറിക്കേ മറിക്കേ. എന്താണ് പ്രശ്നം? എന്തിനാ അവനെ പിടിച്ചു വെച്ചിരിക്കുന്നത്? ഞങ്ങൾ സ്റ്റഡി ടൂർ കഴിഞ്ഞ് വന്നതാ. ഇയാൾ ഈ കുട്ടിയെ ശല്യം ചെയ്തു. ആരാണോടാ? അല്ല, സത്യം. നിന്റെ ഒരു പാന്റ് ഷർട്ട്. ഈ എക്സിക്യൂട്ടീവ് സ്റ്റൈൽ പെണ്ണിനെ ഇങ്ങോട്ടോ. ആരും കാണുന്നില്ല. കൈമള് കാർ അയക്കാന്ന് പറഞ്ഞതാണല്ലോ. വിനായകേട്ടൻ വന്നില്ലേ? ഞാൻ സുബമ്മയെ വിളിച്ച് പറഞ്ഞതാണല്ലോ. ഞാൻ പറയട്ടെ. മതി. ഇനി തന്നെ അയാൾ ചത്തുപോകും. ശ്ശോ. സാർ, ഇവര് പെൺകുട്ടി കയറി പിടിച്ചു. ചോദിച്ചു നോക്ക്. സർ, ഞാനല്ല സർ, ഇവരെല്ലാം കൂടെ വെറുതെ ഇരിക്കുവാ സർ. നീയൊക്കെ ആരാടാ? സദാചാര പോലീസ് ഇങ്ങോട്ട് മാറിക്കണം. സാർ, ഞങ്ങളൊക്കെ ഒന്ന് സ്റ്റേഷനിൽ വന്നിട്ട് പറയാം. അന്നാണ് പറയണേക്ക് സാറേ നിങ്ങള്. ഇതുവരെ ടീച്ചറാ. ഒന്ന് ചോദിച്ചു നോക്ക് സാറേ. നേരാണോ ടീച്ചറെ? അയ്യോ, ഞങ്ങളെ ഒന്ന് ഒഴിവാക്കിയേ സാറേ. ഇവരെല്ലാരും കൂടെ ഇടിച്ചത്. സാറേ, ഇത് ഏഴിമല വിനായകനാ. ഏഴിമല വിനായകനൊന്നും എനിക്കറിയണ്ട. കേറാം ജീപ്പില്. കേക്ക് സാറേ. പറച്ചിലൊക്കെ സ്റ്റേഷനിൽ തരാം. കേറാം. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല സാറേ. നിനക്കെന്താ കേറാത്ത ബുദ്ധിമുട്ട്? പേരല്ലേ? അതവനല്ലേ? എന്താ അവിടെ? പെണ്ണിനെ കയറി പിടിച്ചാൽ അവരെ പോലീസ് നോക്കിയതാ. നേരിട്ട് കണ്ടപ്പോ വിശ്വാസമായല്ലോ. വേഗം കേറാം. അവിടെ മറ്റിടത്തൊരു ഐഡിയ. അരിക്കുട്ടം വന്നല്ലോ. അങ്ങളെ, അച്ഛൻ വന്നല്ലേ മോനെ? അച്ഛൻ കാവൽ വീട്ടിലുണ്ട്. ഞാൻ താമസിച്ചോ? ഇല്ല. ഭാഗ്യം കൊടുക്കോ? വേണോ, ഞാൻ വെക്കാം പ്ലീസ്. എന്ത് കഷ്ടം. വന്നേ വാ മോളെ. ആന്റി കേൾക്കോ? എന്ത് നീ കേറ, നല്ല വണ്ടി പോകുള്ളൂ. സൂക്ഷിക്കണേ. ഞാൻ തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു അല്ലേ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? തന്റെ പെട്ടെന്നുള്ള വരവായതുകൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളല്ലോ എന്നോർത്താ എനിക്ക് വിഷമം. ഇത്രയൊക്കെ താൻ ചെയ്തല്ലോ, അതിന് ധാരാളം. ഇന്ദു ബിടെക് കംപ്ലീറ്റ് ചെയ്തല്ലേ? നന്നായി. ഹരിക്കുട്ട, പൈസ കൊടുത്താൽ ലോറിക്കാരെ വിട്. ചെല്ലേ. തന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വരാൻ? അതിന് ഇവളുടെ ചേച്ചി സമ്മതിക്കണ്ടേ? ഇന്ദുവിന്റെ പഠിപ്പ് കഴിഞ്ഞ് പോയാൽ മതി എന്ന് ഒരേ ഒരു നിർബന്ധം. ആപത്ത് കാലത്ത് സഹായിച്ചവരല്ലേ, നമുക്ക് മറുത്ത് പറയാൻ പറ്റുമോ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. താൻ ക്വാറിയിലേക്ക് ഒന്ന് വാ, പറയാനുണ്ട്. ഓ ആയിക്കോട്ടെ. ഇന്ദുവും അമ്മയും സമയം കിട്ടുമ്പോ ഇറങ്ങ വീട്ടിലേക്ക്. ശരി, വരട്ടെ.